ഒടുവിൽ നമ്മൾ മലയാളികൾ മാത്രം വിചാരിച്ചാൽ ഒരു അന്യഭാഷാ സിനിമയെ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ സാധിക്കില്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈയിടെ റിലീസായിട്ടുള്ള ഒരു അന്യഭാഷാ സിനിമയെ നമ്മൾ മലയാളികൾ കൂട്ടം ചേർന്ന് ഡീഗ്രേഡ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഡീഗ്രേഡ് ചെയ്തവർക്ക് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അല്ലു അർജുൻ നായകനായിട്ടുള്ള പുഷ്പ 2 ദ റൂൾ എന്ന സിനിമയെ പറ്റിയാണ്. 2024 ദ മോസ്റ്റ് അവൈറ്റഡ് സിനിമകളിൽ ഒന്നായിരുന്നു പുഷ്പ 2 ദ റൂൾ എന്ന സിനിമ. നമ്മുടെ പ്രിയപ്പെട്ട മലയാള താരം ഫഹദ് ഫാസിൽ ഈ ഒരു സിനിമയിൽ സുപ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ട് പോലും പുഷ്പ 2 തിയേറ്ററിൽ റിലീസായപ്പോൾ കേരളത്തിലുള്ളവർ ഒന്നടങ്കം ഈ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പുഷ്പ ദ റൈസിംഗ് എന്ന ഈ സിനിമയുടെ ഒന്നാം ഭാഗം ഗംഭീര വിജയമായതിനു ശേഷം ഇതിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയാണ് പുഷ്പ 2 ദ റൂൾ എന്ന സിനിമ റിലീസായത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻ ആയിരുന്നു കേരളം ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം നടന്നിരുന്നത്. പുഷ്പ 2വിന്റെ പ്രൊമോഷന് വേണ്ടി അല്ലു അർജുൻ കൊച്ചിയിലെ ലുലുമാളിലെത്തിയപ്പോൾ ജനസാഗരമായിരുന്നു ലുലുമാളിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. എന്നാൽ പുഷ്പ 2 കേരളത്തിലെ തിയേറ്ററുകൾ റിലീസായപ്പോൾ വളരെ മോശം പ്രതികരണമാണ് ആദ്യ ഷോക്ക് തന്നെ നമുക്ക് ലഭിച്ചിരുന്നത്. പുഷ്പ 2വിന്റെ ആദ്യ ഷോ കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകരുടെ പ്രതികരണം എടുക്കാൻ പോയിട്ടുള്ള യൂട്യൂബേഴ്സിന് ലഭിച്ചത് വളരെ നിരാശാജനകമായിട്ടുള്ള ഓഡിയൻസ് റിയാക്ഷൻ ആയിരുന്നു. ഇവയെ കൂടാതെ ഓൺലൈൻ മീഡിയയിലൂടെയും യൂട്യൂബേഴ്സിന്റെ റിവ്യൂസിലൂടെ ഒക്കെ പുഷ്പ 2 ദ റൂൾ എന്ന സിനിമയെ പറ്റി വളരെ മോശമായ അഭിപ്രായമായിരുന്നു ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുഷ്പ 2 ദ റൂൾ എന്ന സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും കാണാൻ ആഗ്രഹിച്ചിരുന്ന ബഹുഭൂരിഭാഗം മലയാളി പ്രേക്ഷകരും ഈ സിനിമ കാണാൻ തിയേറ്റർ വരെ എത്തിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ അന്യ സംസ്ഥാനങ്ങളിലെ സ്ഥിതി മറിച്ചാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വമ്പൻ തിരക്കാണ് പുഷ്പ 2 ദ റൂൾ എന്ന സിനിമ കാണാനുണ്ടായത്. പലരും പുഷ്പ 2വിന്റെ ടിക്കറ്റ് കിട്ടാതെ മടങ്ങുകയും വൻ തുക മുടക്കി പുഷ്പ 2വിന്റെ ടിക്കറ്റ് വാങ്ങുന്നതായിട്ടും വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊച്ചു കേരളത്തിലെ ചില മലയാളികൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു അന്യഭാഷാ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചവർക്കുള്ള ഏറ്റവും വലിയ അടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത. അതായത് പുഷ്പ 2 ദ റൂൾ എന്ന അല്ലു അർജുൻ നായകനായിട്ടുള്ള ഈ സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് 6 ദിവസം കൊണ്ട് 1000 കോടി കളക്ഷൻ നേടിയിട്ടുള്ള സിനിമ എന്ന ഖ്യാതിയാണ് പുഷ്പ 2 ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഷാറുഖ് ഖാന്റെ ജവാനെയും പഠാനെയും മറികടന്ന് തെന്നിന്ത്യൻ ഭാഷകളിലെ ബാഹുബലി 2വിന്റെയും KGF 2വിന്റെയും RRറിന്റെയും റെക്കോർഡുകൾ മറികടന്നാണ് അല്ലു അർജുന്റെ പുഷ്പ 2 ദ റൂൾ എന്ന സിനിമ ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 300 കോടി മുടക്കുമുതൽ നിർമ്മിച്ചുള്ള പുഷ്പ 2 എന്ന ഒരു സിനിമ ഇന്ത്യയിലെ തിയേറ്ററിൽ നിന്ന് മാത്രമായിട്ട് 680 കോടിയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അപ്പോൾ 6 ദിനം കൊണ്ട് 1000 കോടി വേൾഡ് വൈഡ് ആയിട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുള്ള ഈ ഒരു സിനിമ വരും ദിനങ്ങളിൽ എത്രത്തോളം കളക്ഷൻ നേടുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്ത് തന്നെയായാലും ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് തക്കതായ മറുപടിയാണ് ഈ ഒരു ബോക്സ് ഓഫീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇവിടെ കമന്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആൻഡ് എന്റർടൈനിങ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.